ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും 1:5 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സ്റ്റോക്കാണ് ഇൻഫോ എഡ്ജ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതായിരുന്നു. സ്റ്റോക്ക് 2.64% ഉയർന്ന് 7,910 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 1,00,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 219, 52 വീക്ക് ആയി 9,128, 52 വീക്കിലോ 4,969. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ്. കൂടാതെ 7,500 സ്റ്റോക്ക് ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി സ്റ്റോക്ക് വളരെ അട്രാക്റ്റീവ് ലെവലിലുമാണ്. ഇൻഫോ എഡ്ജിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 60% വർദ്ധിച്ച് 151 കോടിയിൽ നിന്നും 242 കോടിയിലേക്ക് ഉയർന്നു. കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 15.2% വർദ്ധിച്ച് 627 കോടിയിൽ നിന്നും 722 കോടിയിലേക്ക് ഉയരുകയും ഓപ്പറേറ്റിംഗ് മാർജിൻ 39.2% വളർച്ച കൈവരിക്കുകയും ചെയ്തു. ഓപ്പറേറ്റിംഗ് മാർജിനിൽ മാത്രം 20%-ഓളം വളർച്ചയാണ് ഇയർ ഓൺ ഇയറിൽ കമ്പനിക്ക് നേടാൻ സാധിച്ചത്. കൂടാതെ കമ്പനിയുടെ സ്റ്റാൻഡ് അലോൺ പ്രോഫിറ്റ് 218 കോടിയിൽ നിന്നും 263 കോടിയിലേക്ക് ഉയർന്നു. ക്യാഷ് ജനറേഷൻ ഫ്രം ഓപ്പറേഷൻ 345 കോടിയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. 16%-ഓളം ബില്ലിംഗ് ഗ്രോത്താണ് കമ്പനി അച്ചീവ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും 4 സെഗ്മെൻറ്റുകളിലാണ് കമ്പനിക്ക് എക്സ്പോസർ ഉള്ളത്. ജോബ് അലർട്ട് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ബിസിനസ്, രണ്ടാമത്തേത് മാട്രിമോണി ബിസിനസ്, മൂന്നാമത്തേത് റിയൽ എസ്റ്റേറ്റ്, നാലാമത്തേത് എഡ്യൂക്കേഷൻ ബിസിനസ്. ഈ 4 സെഗ്മെൻറ്റിലും കമ്പനി ഡീസൻറ്റ് ഗ്രോത്ത് കൈവരിച്ചിട്ടുണ്ട്. റിക്രൂട്ട്മെൻറ്റ് ബിസിനസ്സിൽ IT സെക്ടറിൽ 16%-ഓളം ഇയർ ഓൺ ഇയറിൽ വളർച്ചയും നോൺ IT ബേസ്ഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ബിസിനസ്സിൽ 17%-ഓളം ഇയർ ഓൺ ഇയറിലെ വളർച്ചയും കമ്പനി കൈവരിച്ചു. ഇതോടൊപ്പം തന്നെ കമ്പനിയുടെ ഡാറ്റാബേസ് 104 മില്യൺ കസ്റ്റമേഴ്സിലേക്ക് അല്ലെങ്കിൽ ക്ലയൻസിലേക്ക് ഉയരുകയും ചെയ്തു. 99 ഏക്കർ എന്ന കമ്പനിയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് 16%-ഓളം ഗ്രോത്താണ് ബില്ലിങ്ങിൽ ഇയർ ഓൺ ഇയറിൽ കൈവരിച്ചിരിക്കുന്നത്. റീസെയിൽ റെൻ്റൽ ലിസ്റ്റിംഗ് വഴിയുള്ള കമ്പനിയുടെ ബ്രോക്കിംഗ് ചാർജ് അല്ലെങ്കിൽ ബ്രോക്കിംഗ് റവന്യൂ 20% ഇയർ ഓൺ ഇയറിൽ വളർച്ച കൈവരിക്കുകയും ചെയ്തു. മാച്ച് മേക്കിംഗ് ബിസിനസ്സായ ജീവൻ സാത്തിയിൽ കമ്പനി 36%-ഓളം വളർച്ച കൈവരിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ലോസ് 51%-ആയി ഇയർ ഓൺ ഇയറിൽ ഇടിയുകയും ചെയ്തു. ഇവിടെ റവന്യൂ ഗ്രോത്തിനോടൊപ്പം തന്നെ കോസ്റ്റ് കൺട്രോളും നമുക്ക് കാണാൻ സാധിക്കും. ജീവൻ സാത്തി കമ്പനിയുടെ പ്ലാറ്റ്ഫോം ട്രാഫിക് എഫക്റ്റീവ്ലി യൂസ് ചെയ്ത് അതുവഴിയുള്ള മോണിറ്റൈസേഷനും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതാണ്. കൂടാതെ കമ്പനി 1:5 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് കൂടി പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവും സ്റ്റോക്കിൽ മൊമെൻറ്റം പ്രതീക്ഷിക്കാം. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഇൻഫോ എഡ്ജിൻ്റെ ഓരോ ഷെയറുകളും 2 രൂപ ഫേസ് വാല്യൂ ഉള്ള 5 ഷെയറുകളായിട്ടാണ് സ്പ്ലിറ്റ് ആകുന്നത്. 2 മാസത്തിനുള്ളിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് എക്സിക്യൂട്ടീവ് ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ലെവലിൽ സ്റ്റോക്ക് ലഭിക്കുന്നുണ്ട്. വീക്കിലി ക്യാൻഡിൽ പാറ്റേണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 7,500 സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുണ്ട്. 7,500 എന്ന റേഞ്ചിനെ സ്റ്റോപ്പ് ലോസായി വെച്ചുകൊണ്ട് ഹയർ സൈഡിലെ ടാർഗറ്റ് ഈ സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്